എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് കീ മൊണാസ്ട്രി. ഇത് ബുദ്ധിസത്തിൻ്റെ തന്നെ ഒരു പ്രതീകമായ ഒരു മൊണാസ്ട്രിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 13,668 അടി ഉയരത്തിലാണ്. ആ ഉയരം എത്രയാണെന്നുള്ളത് കാണുന്നത് ഇതിനകത്ത് തന്നെ ചില ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് കടന്നു കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴികളാണ്. നമ്മൾ വന്ന വഴികൾ കാണാനായിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഈ വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വൈൻഡിങ് റോഡ്സിൽ കൂടെ കയറി വന്നേന്നുള്ളത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തുനിന്ന് അടിയിലേക്ക് നോക്കുകയാണെങ്കിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതൊരു വ്യൂ പോയിന്റ് പോലെ ചെറുതായിട്ട് വരെ സൈഡ് കെട്ടിയെടുത്തേക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈവൻ പക്ഷികൾ വരെ പറക്കുന്നത് താഴെയായിട്ട് തോന്നും. അത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു വാലി, അതിൽ നിന്ന് തന്നെ കുറച്ച് നടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ മൊണാസ്ട്രി ഈ സൈഡിൽ നിന്ന് കാണാം. അപ്പോൾ ഇപ്പം ഞാൻ നിന്ന് കാണിക്കുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ ബുദ്ധയുടെ 3 സ്റ്റാച്യുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഇതിൻ്റെ സൈഡിൽ നിന്നും അങ്ങേ സൈഡിലേക്ക് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള വാലിയും, അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കീ മൊണാസ്ട്രിയുമാണ് കാണുന്നത്. പിന്നെ ഇത് സ്പിതിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ സ്പിതി വാലിയാണ് നിങ്ങൾക്ക് സൈഡിൽ കാണുന്നത് ഈ മൊണാസ്ട്രിക്ക് ചുറ്റും. അതായത് ഈ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു മൗണ്ടൻ റേഞ്ചസും ഈ ക്ലൗഡ്സിൻ്റെ ഒരു ഇതും ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ബുദ്ധയ്ക്ക് നിൽക്കുന്ന ഒരു സ്റ്റാച്യൂസ് നിൽക്കുന്ന ഒരു ചെറിയൊരു ഏരിയ, അപ്പുറത്ത് നമ്മുടെ മൊണാസ്ട്രി, അതിനിടയിൽ നമ്മളുടെ ഈ സീനിക്കായിട്ടുള്ള നല്ല ഗംഭീര വ്യൂവും. അപ്പോൾ ഇതുവരെ ക്ഷമയോടുകൂടി കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിലായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.